ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡേ 3 ആണ്. രാവിലെ ഫ്രഷായി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് ഷോപ്പിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ചു പോകും. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഫൈനൽ ഡേ ആണ്. അപ്പോൾ ടൈം ഏകദേശം പറയുകയാണെങ്കിൽ 9:10 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ 9 മണിക്ക് ഫുഡ് കഴിക്കാൻ വരാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് ഷോപ്പിങ്ങിന് പോകാനായിട്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഫുഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ ഫുഡ് പൊറാട്ട ഉണ്ട്, അതുപോലെ തന്നെ പൂരി ഉണ്ട്. അതിന് കറി മുട്ട റോസ്റ്റാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും 2 പൊറാട്ടയും മുട്ട റോസ്റ്റും എടുക്കാമെന്ന് വെച്ച് ഒരുപാട് ഫ്രണ്ട്സ് അപ്പുറം ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയി. നമ്മുടെ മുട്ട ഒന്നും ആർക്കും വേണ്ടാന്ന് തോന്നുന്നു, ഒരുപാട് ഇട്ടൊക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് റൂമിൽ പോയിട്ട് നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇറങ്ങാനായിട്ട്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, റൂമിലെത്തി, നമ്മുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു, എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമാണ് ലാസ്റ്റ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റൂമെല്ലാം അടച്ച് സെറ്റാക്കി. അപ്പുറത്തെ റൂമിലൊക്കെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അങ്ങനത്തെ നമ്മൾ നേരെ റിസപ്ഷൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാം ഒരു ഇരുട്ടാട്ടോ, ഇവിടെയൊക്കെ വെളിച്ചം കുറവാണ്, ലിഫ്റ്റ് ഓണല്ല. അതുകൊണ്ട് നമ്മൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങി പോകാമെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ മെല്ലെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് എല്ലാ ലഗേജും എടുത്ത് ഇറങ്ങി. അപ്പോൾ നമ്മുടെ 2 ബസ് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. മുന്നിൽ കൊമേഴ്സിൻ്റെ ബസ്സും അതുപോലെ തന്നെ തൊട്ട ബാക്കിൽ ഞങ്ങൾ പോകുന്ന ബസ്സും. അപ്പം എൻ്റെ ബാഗ് വലിയ ബാഗാണ്, അതുകൊണ്ട് ഏറ്റവും പുറകിൽ വെക്കാമെന്ന് കരുതി ഏറ്റവും പുറകിൽ തന്നെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പൂക്കച്ചവടം ഈ ഭാഗത്ത് ഇന്ന് നമുക്ക് കാണാം. പിന്നെ നമ്മൾ വാങ്ങിച്ച ഈ ഒരു ഡോളും ഉണ്ട്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ വെക്കാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് ഫ്രണ്ടിൽ വെച്ചാൽ സേഫായി അവിടെ ഇരുന്നോളും. അങ്ങനെ ബസ്സിൻ്റെ ഉള്ളിലോട്ട് വന്നു. എല്ലാവരും അവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. സ്ട്രീറ്റ് ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മാളിലാണ് പോയത്. അപ്പോൾ അവിടുന്ന് ആർക്കും ഒന്നും വാങ്ങാൻ വേണ്ടി കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതാ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരുപാട് ഷോപ്പുകളും ഒരുപാട് സംഭവങ്ങളുണ്ട്. എല്ലാം ഓണായി വരുന്നേ ഉള്ളൂ, ഷോപ്പുകളൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. വലിയ വലിയ അമ്പലങ്ങളും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡാണ് എൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ രാവിലെ നമ്മൾ ധാരാളം കച്ചവടക്കാരെ കാണാൻ വേണ്ടി കഴിയും ഇതുപോലത്തെ. കൂടാതെ രാവിലെ ജോലിക്ക് പോകുന്നവരെയും അങ്ങനെ പല നമുക്ക് കാഴ്ചകൾ നമുക്ക് ഈ ഭാഗത്തു കൂടി പോകുന്ന സമയത്ത് കാണാൻ വേണ്ടി കഴിയും. ഇതെല്ലാം നമ്മുടെ കൂടെ വന്ന ഫ്രണ്ട്സാണ്. എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് നോക്കുന്നുണ്ട്. ചെരുപ്പുകളായാലും ഫാൻസി ഐറ്റംസ് ആയാലും അങ്ങനത്തെ ഒരുപാട് ഐറ്റംസാണ് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ചില ഷോപ്പുകളൊക്കെ ഓണായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ഏരിയ ആണ്, അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന ഷോപ്പൊക്കെ ഓണായി വരുന്നേ ഉള്ളൂ. ഇതുപോലത്തെ പാത്രക്കടങ്ങളും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ രാവിലെ സമയത്ത് ഈ ഒരു ഏരിയയിൽ ഷോപ്പുകളൊക്കെ ഓണായി വരുന്നൊരു ടൈമാണ്. അപ്പോൾ ഇത് ഓണായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചെത്തും വേണം. ഇവിടെ ഒരു മാങ്ങ കച്ചവടം കണ്ടു. ഒരു സൈക്കിളിൽ ഒരേട്ടന് മാങ്ങ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ചെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ നല്ല രസം തോന്നി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. കഴിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളത് വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വന്ന് ഒരു റൗണ്ട് അബൌട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല മനോഹരമായ കാഴ്ചയാണ് രാവിലെ ഇതിൽ കൂടി ഇങ്ങനെ വരുന്ന സമയത്ത്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളവരൊക്കെ മുന്നിൽ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടുത്തെ റേറ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഒരു ഷോപ്പിൽ കയറി, ഒരു ചെരുപ്പിൻ്റെ ഷോപ്പിൽ. അപ്പം ഇവിടുത്തെ റേറ്റ് നോക്കി നമ്മുടെ നാട്ടിലത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം കണക്കാണ്. അപ്പോൾ നമ്മളൊന്നും വാങ്ങിച്ചില്ല, അപ്പുറം ഭാഗത്തോട്ട് പോകാമെന്ന് വെച്ചു. ഇപ്പോൾ റോട്ടിലൂടെ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഷോപ്പൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ഷോപ്പൊന്നും അങ്ങനെ തുറന്നിട്ടില്ല. ഇവിടെ കുറച്ച് ലേറ്റ് 10 മണി 11 മണിയൊക്കെ ആവും തോന്നുന്നുണ്ട് തുറക്കാൻ. നമുക്ക് 11 മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് പോകാനുള്ളതാണ്. അപ്പോൾ നമ്മൾ അപ്പുറം ഭാഗത്ത് കുറേ ഫ്രൂട്ട്സും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ചെറിയ തോതിൽ മഴ ഇങ്ങനെ ചാർന്നുമുണ്ട്.
ഇവിടുത്തെ ഒരു ഓട്ടോ ഡ്രൈവറിനോട് നമ്മൾ ചോദിച്ചതാണ് ഇവിടെ എന്തൊക്കെയാണ് കാണാനുള്ളത്, ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയ ഏതാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം കറക്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നല്ലൊരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഫുള്ള് ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഉള്ളൊരു മാർക്കറ്റിൻ്റെ ഭാഗത്തോട്ടാണ്. അപ്പോൾ അത് അവിടുത്തെ റൗണ്ട് അബൌട്ടിലേക്കൊന്ന് കയറി, നേരത്തെ നമ്മൾ ഒരു വട്ടം കയറിയതാണ്. അപ്പം നല്ല ഭംഗിയുണ്ട്. ഇവിടെ പ്രാവുകൾക്കൊക്കെ ഒരുപാട് ആൾക്കാർ സ്നാക്സൊക്കെ കൊടുത്തത് കാണാം. അതേപോലെ ഇവിടുത്തെ ബിൽഡിങ്ങുകളും ഒക്കെ പഴയ ബിൽഡിങ്, ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അങ്ങനെ നമ്മൾ ഓറഞ്ച് വാങ്ങാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ നമ്മുടെ ബസ്സിൽ നിന്നൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ച് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് നമ്മുടെ ഫ്രൂട്ട്സിനും വെജിറ്റബിളിനൊക്കെ വില കുറവാണെന്ന് കേട്ടു. അപ്പം നമ്മൾ നോക്കി ഒരു നല്ലൊരു സെറ്റ് സംഭവം കണ്ടു. അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന ഭാഗത്തും നമ്മൾ നടക്കുന്ന പാതയിലായാലും എല്ലാ ഭാഗത്തും നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം സെയിൽ ചെയ്യുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മാർക്കറ്റിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിനകത്താണ് മാർക്കറ്റ് വരുന്നത്. കയറി വരുമ്പോൾ തന്നെ ധാരാളം പൂക്കച്ചവടം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എൻ്റെ രണ്ട് ഭാഗത്തും ധാരാളം പൂക്കച്ചവടങ്ങളാണ്. പല കളറിലായിട്ടും അതുപോലെ തന്നെ പല രീതിയിലുള്ള പൂക്കൾ നമുക്ക് ഈ ഭാഗത്ത് കാണാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ ഓരോ ഫംഗ്ഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റിയ ആ രീതിയിലുള്ളതൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മളിതാ ഇവിടുത്തെ മാർക്കറ്റിൻ്റെ ഉള്ളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫ്ലവേഴ്സും അതേപോലെ ഫ്രൂട്ട്സ് അതേപോലെ ഒരുപാട് സംഗതികൾ കാണാൻ വേണ്ടി കഴിയും. ഈ ഒരു മാർക്കറ്റിൽ കാര്യമായിട്ട് ഫ്ലവേഴ്സ് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ അതൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ധാരാളം തേങ്ങകളൊക്കെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഇറങ്ങി പുറത്തോട്ട് വന്നിരിക്കുകയാണ്. ഒരു ഷൂ ഒക്കെ ഉള്ള ഏരിയക്ക് വന്നിരിക്കുകയാണ്. ഷൂ എല്ലാം നോക്കി ഒന്നും സെറ്റായി തോന്നിയില്ല. അങ്ങനെ നമ്മളിതാ നമ്മുടെ ബസ്സിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് കരുതി ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ടോയ് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടോയ് എല്ലാം സെലക്ട് ചെയ്ത് നോക്കി. അങ്ങനെ അതും വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചു പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ബസ് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഈ സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അവിടെ തന്നെ നമ്മൾ കയറിയതാ നമ്മൾ യാത്രയായിട്ടുണ്ട്. ചെറിയ തോതിൽ മഴ എല്ലാം ചാറുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നമ്മുടെ ബസ്സിൽ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ലാസ്റ്റ് ഡേ എൻഡിങ് ആയതുകൊണ്ട് തന്നെ ഡാൻസും പാട്ടും വലിയ എൻജോയ്മെൻറ്റും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും മുന്നത്തെ ക്യാബിനിലേക്ക് വന്നതാണ്. ഇവിടുന്ന് നമ്മുടെ മനോഹരമായ റോഡിൻ്റെ കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രൈവർ മാമനാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ജോളിയായിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പം ഇനി നമ്മളിവിടുന്ന് പോയി ഒരു കുറച്ച് നേരത്തെ ഒരു ഡ്രൈവ് ഉണ്ട്. അപ്പം അതിന് ശേഷം നമ്മൾ ഗുണ്ടിൽപെട്ട ഭാഗത്തേക്ക് എത്തുന്നതാണ്. അങ്ങനെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മളിതാ ഗുണ്ടിൽപെട്ട ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു RTOയുടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ ഡീറ്റെയിൽസും ബസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ചെക്കിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബസ്സിലുള്ള ഒരേട്ടം പോയിട്ടുണ്ട്. അപ്പോൾ അത് ചെക്കിൻ ചെയ്തിട്ട് നമ്മൾ നേരെ പോകുന്നതാണ്. അപ്പോൾ ഈ റോഡ് നേരെ പോയാൽ നമ്മൾ മുത്തങ്ങ ഭാഗത്തേക്കാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം തിരിച്ച് വരാനുള്ളൊരു ഇതിലായിട്ടുണ്ട്. ഇനി കുറച്ചങ്ങ് പോയാൽ നമ്മൾ വയനാടായി. അങ്ങനെ ചെക്കിനൊക്കെ ചെയ്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ എല്ലാവരും പറഞ്ഞു ഒരു ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ഹോട്ടലിലേക്കാണ് ഇപ്പോൾ നമ്മൾ ബസ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ തിരിച്ച് വന്ന് ഗുണ്ടിൽപേട്ട ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേ ചായ എല്ലാം കുടിച്ച ആ ഭാഗത്തേക്ക്. അപ്പം ഈ ഭാഗത്തുനിന്ന് എല്ലാവരും ഒരു ചെറിയ ചായ എല്ലാം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം വയനാട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. ഫ്രണ്ട്സ് നമ്മുടെ 2 ബസ്സും എത്തിയിരിക്കുകയാണ്. 2 ബസ്സും കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അവിടുത്തതൊക്കെ കഴിഞ്ഞു. നമ്മുടെ ഗുണ്ടിൽപേട്ടയിലെ ചെക്കിങ് ഭാഗത്തേക്ക് ടോളിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മന്ദം നമ്മുടെ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരു പ്രതീക്ഷ ആനിമൽസിനൊക്കെ സ്പോട്ട് ചെയ്യുന്നതാണ്. ആ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മുടെ ഒരു KSRTC ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് തന്നത്. നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ ആനനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് ആന കണ്ടാൽ തന്നെ അറിയാം വലിയ ഉഷാറൊന്നും ഇല്ലാതെ ഒറ്റൊന്നേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അതിനെ കണ്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോസും ഒക്കെ എടുത്ത് അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങി. ചെറിയ തോതിൽ മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് സ്പോട്ട് ചെയ്യാന്ന് പറയുകയാണെങ്കിൽ മാനിനെ കാണാൻ വേണ്ടി കഴിയും. അതുപോലെ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആന, ഈ ഒരു 2 സാധനത്തിനെ മെയിനായിട്ട് കാണാൻ വേണ്ടി കഴിയുള്ളൂ. അങ്ങനെ ആ ചെറിയൊരു മഴക്കിടയിലൂടെ നമ്മുടെ ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ നമ്മളിതാ ഒരു സെൻറ്ററിലുള്ളൊരു ചെക്ക് പോസ്റ്റിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു ഫോറസ്റ്റ് ക്യാമ്പിംഗ് സംഭവമാണ് ഇവിടെ. അപ്പോൾ ധാരാളം അമ്പുകളൊക്കെ കടന്ന് നമ്മൾ മുന്നോട്ട് ഈ ഒരു മഴച്ചാറ്റിലൂടെ മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ പോയി നമ്മുടെ ഏറ്റവും അവസാനത്തെ ഭാഗത്തോട്ട് എത്തിയിരിക്കുകയാണ്. ഇതങ്ങ് കഴിഞ്ഞ് കുറച്ചങ്ങ് പോയാൽ നമ്മുടെ വയനാട്ടിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു. അങ്ങനെ നമ്മുടെ ടൂറിൻ്റെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഡാൻസൊക്കെ വെക്കാമെന്ന് വെച്ചു. ഡാൻസ് പരിപാടിയൊക്കെ ബാക്കിൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെന്താ ഫ്രണ്ട്സ്, നമ്മൾ വന്ന് ചുണ്ടയിലോട്ട് എത്താറായി. നമ്മൾ കൽപ്പറ്റൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചുണ്ട ഭാഗത്തോട്ട് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളത് ഈ ഒരു ടൂറ് ഇവിടെ ഇറങ്ങുന്നതോടെ നമ്മൾ എൻഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ ഒരു 3 days ടൂറ് ഒക്കെ അവസാനിച്ചു. ചുണ്ട ടൗണിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ കൊമേഴ്സുകാരുടെ ബസ് നേരത്തെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗത്തോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പേരൻസൊക്കെ പിക്ക് ചെയ്യാൻ വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേരൻസിനൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ കൊമേഴ്സുകാരുടെ അവർ വന്ന് പോയി. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ഈ ഭാഗത്തോട്ട് എത്തുന്നത്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ബായ് പറഞ്ഞു നമ്മൾ ഇറങ്ങി നേരെ കാറിലോട്ട് കയറി. നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ടൂറൊക്കെ കഴിഞ്ഞു, എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ടൂറിൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മൾ സ്കൂളിൽ ഇറങ്ങി. അപ്പോൾ ടൂറെല്ലാം കഴിഞ്ഞ് നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തു. ഇപ്പോൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതാ കാറിനകത്ത് കയറി. അപ്പം അങ്ങനെ നമ്മൾ എല്ലാം നല്ല ഉഷാറായി എൻജോയ് ചെയ്ത് നല്ല അടിപൊളി ടൂറാണ്. നമ്മൾ വണ്ടർലയിലായാലും മൈസൂരിലെ ഓരോ സ്ഥലങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇതുപോലത്തെ വേറെ വ്യത്യസ്തപരമായ യാത്രാ വീഡിയോസുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.